ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ये सेवकाई के लिए सबको स्वागत करता हूँ. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാവിന്റെ പ്രവചനം 43:26 വാക്യം. आज परमेश्वर के वचन की मनदाई के लिए लिया है यशायाह नबी की पुस्तक 46वां अध्याय की 25वां पद से लेकर. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. എന്നെ ഓർപ്പിക്ക, നാം തമ്മിൽ വ്യവഹരിക്ക, നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചുകൊള്ളുക. यहाँ पर हम पाया जाता है कि मैं वही हूं जो अपने नाम के निमित्त तेरा अपराधों को मिटा देता है और तेरे पापों को स्मरण ना करूंगा. ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുക എത്ര ചെയ്യുന്നത്? यशायाह नबी के द्वारा भविष्यवाणी दिया है. ജനം പലപ്പോഴും പാപനിമിത്തം ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് വിധേയരായിട്ടുണ്ട്. मानव जाति कई समय पाप के गुलाम में गिर पड़ा है. പലപ്പോഴും ഇസ്രായേൽ ജനങ്ങളെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. कई बार इस्राएलियों को शत्रुओं को हाथ में सौंपा है. മഹാമാരി അവർക്ക് അത് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. महामारी को सहजने पड़ा है. പലവിധമായിട്ടുള്ള വെല്ലുവിളികളുടെ മധ്യേ ജനമായിരിക്കുമ്പോൾ ദൈവം ജനത്തോട് പറയുക എത്ര ചെയ്യുന്നത്, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന്. तो कई समय कई बार और ऐसे शत्रुओं को वश में गिरा दिया है और आमने सामने प्रभु ने उनको शैतान के हाथ में दिया गया. നിങ്ങളുടെ പാപങ്ങളൊക്കെ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഹിമത്തെ പോലെ വെളുപ്പിക്കാമെന്ന് കർത്താവ് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. और अपराध किया है, तुम्हारा पाप इतना लाल रंग की नाई होता है तो भी और हिम की नाई साफ सफाई कर दिया जाएगा, ये यहोवा ने कहा है. നിന്റെ അതിക്രമങ്ങളെ ഞാൻ മായിച്ചു കളയും, तेरी अपराधों को में ढाम दिया जाएगा, ഞാൻ നിന്റെ പാപങ്ങളെ ഓർക്കുകയുമില്ല. तेरे अपराध पाप को स्मरण नहीं करेंगे, എന്നെ ഓർപ്പിക്ക. मुझे याद दिलाना. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളതായ വചനങ്ങള് അത് നാം വിശ്വസിക്കുകയും അതുകൊണ്ട് അത് വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. वचन प्रभु ने हमारे लिए दिया है, जो वचन हमारा मुंह से बाहर आना, ये वचन के आधार पर जीना हमारा आवश्यकता है. കർത്താവ് പറയത്തിന് നാം തമ്മിൽ വ്യവഹരിക്കുക. और प्रभु ने यह कहता है हम आपस में वार्तालाप करेंगे. അതെ, നിങ്ങൾക്ക് പറയുവാനുള്ള ഞാൻ കേൾക്കാം, എനിക്ക് പറയുവാനുള്ള ഞാൻ നിങ്ങളോട് പറയാം. അതെ, നമുക്ക് വാദിക്കാം. और आप लोग हमारे और बात करें, हम आपस में हमारा बात तू सुने, तुम्हारा बात हम सुने, आपस में वाद विवाद करेंगे. നമ്മുടെ ജീവിതത്തിലെ പല അനർത്ഥങ്ങളെയും കുറിച്ച് നാം വിലപിക്കാറുണ്ട്. ദൈവം കരുണ കാണിക്കാൻ മറന്നുപോയല്ലോ എന്നൊക്കെ നാം പറയുമ്പോൾ ദൈവത്തിന് ഇന്ന് പറയുവാനുള്ളത് അത് തന്നെ. और परमेश्वर की ओर हम कई बात रखा है, जो बात वो ही सुनता है, हम माफी मांगता है, हमारे और क्यों तेरी मुंह ना फिरा है. നീ നീതീകരിക്കപ്പെടേണ്ടതിനെ വാദിച്ചുകൊള്ളുക. സ്വതന്ത്രമായ ഒരു പ്രഖ്യാപനം അത്ര ഇവിടെ കാണുന്നത്. और आपस में हमारे बातचीत आपस करते हुए स्मरण रखना, ये वचन यहाँ पर दिया गया है. അതെ, എന്നെ ഓർപ്പിക്ക, പുട്ട് മീ ഇൻ റിമെമ്പറൻസ് ഓഫ് മൈ വേർഡ്. और मुझे पापों को स्मरण ना करूंगा, ऐसे तुम स्मरण करो, ये बात दिया है. തിരുവചനത്തിലുടനീളം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നാം വായിക്കുന്നുണ്ട്. बाइबल में परमेश्वर ने बहुत सारे प्रतिज्ञा दिया है, हम यो पढ़ा है.
ഈ വാഗ്ദത്തങ്ങളെ നാം വിശ്വസിക്കുകയും ദൈവത്തോട് ഏറ്റുപറയുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ये प्रतिज्ञा को हम माना और प्रभु की ओर अपना उल्लंघन किया, वो बात पुकारते रहना. അപ്പോ ഇസ്രായേലിന്റെ ന്യായകർത്താവത്രേ സർവശക്തനായ ദൈവം. इस्राएलियों के न्यायी है यहोवा परमेश्वर. തന്നോട് അപരാധി പറയുന്ന ജനത്തോട് ദൈവം പറയുകയത്ര ചെയ്യുന്നത്, ഞാൻ നൽകിയിട്ടുള്ളതായ ആ തിരുവചനങ്ങളെ എന്നെ ഓർമ്മിപ്പിക്കുക. और लोग कुड़कुड़ाने के लिए शुरू किया तब यहोवा ने कहता है तो मुझे को याद दिलाना. ഞാൻ പറഞ്ഞിട്ടുള്ളതായ പ്രസ്താവിച്ചിട്ടുള്ളതായ വചനങ്ങളെ അത് ആവർത്തിച്ച് പറയുക. और मैं आपको क्या कुछ बात दिया है और भी हमको याद दिलाना. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ അത് ചെയ്തിട്ടുണ്ട്. पुराना नियम की नबियों नबूवत करने वाला वो किया है. ദൈവത്തിന്റെ വചനങ്ങൾ നാം ഏറ്റു പറയുമ്പോൾ അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുകയത്ര ചെയ്യുന്നത്. और परमेश्वर ने कहा हुआ बात हम अपने जीव से मुंह से बाहर लेते हैं देते हैं, तब प्रभु ने हमारे और मुंह भरते हैं. നാം ദൈവത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമത്രേ അത്. और प्रभु को आदर देता है, उनका आज्ञा मानते हैं, ये बात दिया जाता है. അതുകൊണ്ടത്രേ ദൈവത്തിന്റെ വചനം നാം പറയുമ്പോൾ അതിന്റെ ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ട്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. और प्रभु का वचन मानते हैं और हमारा मुंह से बाहर निकलते हैं, तब प्रभु का शक्ति सामर्थ्य प्रकट हो जाता है. നമുക്ക് കർത്താവിനോട് ഈ പ്രഭാതത്തിൽ പറയാമോ, കർത്താവെ, അങ്ങ് മനസ്സരിയുള്ള ദൈവമാണെന്ന് ഞാൻ അറിയുന്നു. ये भोर के समय हम प्रभु की ओर कहे, हे परमेश्वर, तेरी आज्ञाकारी होने के लिए मैं तैयारी हूँ. നീതിയുള്ള ന്യായാധിപതിയായ പിതാവെ, അങ്ങയുടെ സന്നിധിയില് എന്റെ ആവശ്യങ്ങളുമായിട്ട്, എന്റെ വാദമുഖങ്ങളുമായിട്ട് ഞാനിതാ വരുന്നു. हे होवा, तेरी सन्मुख में हम आते हैं. तूने कहा हुआ बात को हम आज्ञा मानने के लिए तेरी ओर आ रहा है. കർത്താവ് എത്ര സൗമ്യമായിട്ടാണ് ഇവിടെ ഇടപെടുന്നത്. यीशु मसीह यहोवा ने इतना नम्रता के साथ हमारा साथ बातचीत करते हैं. ദൈവജനമേ, എന്തിനാണ് ഈ പരിഭവം? വാ, നമുക്ക് തമ്മിൽ വാദിക്കാം. और हम ऐसा हमारा मन तितर होता है, आइए हमारे आपस में वाद विवाद करूं. ദൈവത്തിന്റെ വചനം അത് സത്യമത്രേ. परमेश्वर की वचन सच्चाई है. ഈ സത്യവചനം നാം ഏറ്റുപറയുമ്പോൾ ദൈവത്തിന് അത് പ്രസാദകരമത്രേ. ये सच्चाई वचन अपने मुंह से बाहर आते हैं, तब उसमें फल आते हैं. ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും അവർ ഇപ്രകാരം ദൈവത്തിന്റെ വചനം ഏറ്റുപറയുകയും അത് നിമിത്തം അതിലൂടെയുള്ള വിടുതലുകൾ അവർക്ക് പ്രാപിക്കുന്നതിനും കഴിഞ്ഞു. इसराइलियों ने जब बाहर जाते हैं, पीछे की हट जाते हैं, पाप करते हैं और प्रभु की चेहरे की ओर देखते हैं और अपना उल्लंघन, अपना अपराध को माफी लेते हैं, तब प्रभु ने उनको क्षमा देता है. മോശ ദൈവത്തിന്റെ സന്നിധിയിലും അവൻ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ അത് വാങ്ങുന്നതിന് വേണ്ടി അവൻ മലമുകളിൽ കയറിപ്പോയി അനേക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവൻ മടങ്ങി വരുന്നതായി ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. और मूसा ने आज्ञा मानने के लिए और लेने के लिए, मिलने के लिए पहाड़ के ऊपर चढ़ गया. कई दिनों बीत गए हैं, मूसा को वापस आने के लिए संभावना नहीं हुई. മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനമെല്ലാം അഹരോനോട് പറഞ്ഞു, ഞങ്ങളെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നതായ ആ മിസ്രയീമ്യ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുവാൻ. कई दिनों हुई और मूसा ने पहाड़ में से वापस नहीं आया और इसराइलियों ने चिल्लाने लगा अहरोन की ओर, हमारा आगे जाने के लिए एक ईश्वर को बनाकर हमको दिया दो.
അനേക സംവത്സരങ്ങളായിട്ട് തലമുറകളായിട്ട് മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്ന ജനങ്ങൾ അവരുടെ സമ്പ്രദായങ്ങളും ആചാര രീതികളും വിദ്യാമൂർത്തികളെ സേവിക്കുന്നതും ഒക്കെയും അവർക്ക് വളരെ പരിചയമുള്ള കാര്യമത്രേ. इसराइलियों ने उनको परंपरागत यही है, परमेश्वर के मुंह से फिरते हैं, तब मूर्तियों को बनाकर आराधना करता उनका लालच बन गई है. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവപുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. और मिस्र देश से छुटकारा प्राप्त करते हुए हमको यहाँ की लाया हुआ हमारा मूसा को क्या हाल हुई हमको पता नहीं होता है. ഇസ്രായേൽ ജനങ്ങൾ അവരുടെ കൈവശമുള്ളതായ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊണ്ടുവന്ന് അഹരോനെ ഏൽപ്പിച്ചു. इसराइली औरतों की और कान में गहना और चांदी सोना है और अहरोन के हाथ में दिया है. അവര് മിസ്രയീമിന്റെ ദൈവമായ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. और मिस्रियों की देवता देवी है और एक बैल की रूप बनाया है. ഇത് തന്നെയാകുന്നു നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് അവർ പറഞ്ഞു. ये बैल की मूर्ति को दिखाते हुए कहा है मिस्र देश से छुटकारा लाकर दिया वो परमेश्वर यही है. സർവശക്തനായ ദൈവം മോശയോട് ഒരു സ്നേഹിതൻ എന്നതുപോലെ ഇവിടെ ഇടപെടുകയാണ്. और सर्वशक्तिमान यहोवा ने मूसा की ओर एक सगे भाई की नाई दोस्तीदारों को बात करते इसी नाई इस्राएलियों को चलाने के बारे में बातचीत करते ही रहता है. ദൈവം മോശയോട് പറയുകയാണ്, മോശെ, ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ്. और मूसा को यहोवा ने कहा तूने मिस्र देश से लाया हुआ वो फटके हुए लोग है. അതുകൊണ്ട് നീ തടസ്സമൊന്നും പറയരുത്, എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക എന്ന് പറഞ്ഞു. और तू मुझे छोड़, ये लोग कुड़कुड़ाने वाले हैं, यहोवा परमेश्वर को त्याग किया है, मैं उनको सत्यानाश करूं, तूने मुझे छोड़ दे, मैं उनको नाश करने के लिए. മോശ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? और मूसा ने यहोवा की ओर यह कहने लगा, यहोवा, तूने तेरी भुज की बल दिखाते हुए मिस्र देश फिरौन की गुलामी से लाया हुआ ये लोग तेरी लोग है, इसलिए इनको सत्यानाश ना करे. ഈ അങ്ങനെയുള്ളതായ ഒരു പ്രവൃത്തി കാണുമ്പോൾ ശത്രുക്കളായ മിസ്രയീമ്യരും മറ്റുള്ളവരും ഒക്കെയും പറയുന്നത് അവരെ കൊല്ലുന്നതിന് വേണ്ടി ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന്. ये तेरी प्रजा वो मिस्र में मर चुके तो और मिस्रियों और उनको शत्रु ने कहने लगे मिस्र देश से मिस्र में तुमको सताने के लिए यहोवा ने तुम्हें यहाँ मर लाया है. അപ്പോ മോശ ദൈവത്തോട്, അല്ലയോ ദൈവമേ, എന്തിനാ മിസ്രയീം ജനങ്ങളെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത് എന്ന്. मूसा ने यहोवा की ओर कहने लगा, यहोवा, ये शत्रुओं की ये वैरी की मुंह से तेरे प्रजाओं को सत्यानाश करने के लिए लाया है, ये बात कहने के लिए तूने अनुमति क्यों देता है? ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതായ മോശയെ അത്രേ നാം ഇവിടെ കാണുന്നത്. इसराइलियों के लिए भिक्षुआई करने वाला एक मूसा को वहां पर पाया जाता है. മോശ ദൈവത്തെ തന്റെ പ്രവാചകന്റെ അബ്രഹാമിനും ഇസ്ഹാക്കിനും ഒക്കെയും കൊടുത്തതായിട്ടുള്ളതായ ആ ദൈവത്തിന്റെ ഉറപ്പ്, ആ വാഗ്ദത്തങ്ങളെ ദൈവത്തിന് മുമ്പാകെ ഓർമ്മിപ്പിക്കുകയത്ര ചെയ്തത്. और मूसा ने यहोवा परमेश्वर इब्राहिम इसहाक याकूब को एक वायदा के साथ तो बादशाह बांधा है, ये बादशाह की हाथ पकड़ते हुए मूसा ने यहोवा की ओर चिल्ला रहा है. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളിച്ചത് ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. ये मूसा ने यहोवा की ओर कहता है मिस्र देश से लाया हुआ ये लोगों के बारे में
यहोवा तूने इब्राहिम को यह वायदा बनाया, वाचा बनाया, यह है आकाश की तारा की नाई तेरी संतानों परंपराओं को इतना और बढ़ने देंगे, ये कहा है। അപ്പൊ ദൈവം കൊടുത്തതായ ആ വാഗ്ദത്തെ കുറിച്ച് മോശ ദൈവത്തെ ഓർമ്മിപ്പിച്ചു. और यहोवा परमेश्वर ने इब्राहिम को दिया हुआ प्रतिज्ञा को मूसा ने याद दिलाया है। അപ്പോ ദൈവവുമായിട്ട് ഒരു വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയത്രേ മോശ ചെയ്യുന്നത്. मूसा ने यहोवा के साथ एक बार वाद करने के लिए समय रखा है। തന്റെ വാഗ്ദത്തത്തെ മോശ ദൈവത്തെ ഓർമ്മിപ്പിച്ചപ്പോൾ ദൈവം അനുതപിച്ചു. ആ അനർത്ഥത്തിൽ വരുത്താതെ ജനത്തെ രക്ഷിച്ചു. और मूसा ने यहोवा ने कहा हुआ प्रतिज्ञा को स्मरण दिलाया है, और ये दिलाया हुआ समय यहोवा ने स्वर्ग में बैठते हुए अपने दो प्रजाओं की ओर देखते हुए तरस खाया। ഇവിടെ ജനത്തിന് വേണ്ടിയും മോശ മധ്യസ്ഥത ചെയ്യുകയത്ര ചെയ്യുന്നത്. यहाँ पर मूसा यहोवा के और प्रजाओं के लिए और मध्यस्थ प्रार्थना करता है. ദൈവത്തിന്റെ അരുളപ്പാടുകള്, വചനങ്ങള്, വാഗ്ദത്തങ്ങള് മോശ ഏറ്റുപറയുന്നതിലൂടെ അത് ദൈവത്തിന്റെ അടുക്കലേക്ക് ആ വചനങ്ങളെ മടക്കി അയക്കുകയത്ര ചെയ്തത്. और यहोवा परमेश्वर ने वायदा बनाया, मूसा चिल्लाया, इसी कारण में वो प्रतिज्ञा में यहोवा ने न उठाया है. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ദൈവത്തിന്റെ അനിഷ്ടങ്ങൾ നിമിത്തം ഉണ്ടാകുന്നതായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകുന്നതിന് വേണ്ടി ഈ മോശയെ പോലെ ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തിന്റെ കരുണയെ ഓർത്ത്, ദൈവത്തിന്റെ ആ ക്ഷമയെ ഓർത്ത് നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ നിശ്ചയമായിട്ടും വിടുതൽ ഉണ്ടാകുക തന്നെ ചെയ്യും. और हमारा जीवन में भी ऐसा घटना की अवसर में यहोवा की ओर हम मुंह भरे और चिल्लाने लगे, यहोवा परमेश्वर अनर्थों में से हमको भी बचाएंगे. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. नेहम्या की पुस्तक 12 अध्याय 8वां पद में അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അതിവരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളിച്ചെയ്ത വചനം ഓർക്കേണമേ. और तब नेहम्या ने जो अधिपति था और ये जो याचक और शास्त्री पर और जो लेवियों लोगों को समझा रहते रहे. ഇവിടെ നെഹമ്യാവ് പാനപാത്രവാഹകനായും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായും അർത്ഥശിഷ്ട രാജാവിന്റെ കൊട്ടാരത്തിൽ ആയിരിക്കുന്ന കാലഘട്ടം. नेहम्या ने अर्थशिष्टा महाराजा के महल में है. वो राजा को दाखरस मिलाने वाला एक व्यक्ति की नाई. അവൻ പറഞ്ഞു, നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും ജനവുമല്ലോ. ये नेहम्या ने यहोवा की ओर कहते हैं, तेरी पूजा बल शक्ति सामर्थ्य के साथ ये मिस्र देश से लाया हुआ तेरी पवित्र प्रजा यही है. യെരുശലേമിന്റെ തകർച്ച കണ്ടിട്ട് അതിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവൻ വളരെ ദുഃഖത്തോടു കൂടിയത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. और यरूशलेम में फाटकों गिर पड़े हैं और इसका सत्यानाश किया है, ये देखते हुए यहोवा की ओर चिल्ला रहा है. നിന്റെ ദാസനായ മോശയ്ക്ക് നീ അരുളി ചെയ്ത വചനം ഓർക്കേണമേ എന്നത്ര അദ്ദേഹം പ്രാർത്ഥിച്ചത്. और यहाँ पर नेहम्या ने प्रार्थना करते हैं, तेरी दास मूसा की ओर तूने वायदा बनाया, ये वायदा को स्मरण रखे. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയുള്ളതായിരിക്കണമേ എന്ന്. तेरी नाम को भय मानने वाला तेरी दासों को प्रार्थना को सुनते हुए तूने हमारे लिए जवाब दिया दे. ദൈവജനം എവിടെയൊക്കെ ഭൂമിയുടെ അറ്റത്തോളം ചിതറിപ്പോയാലും അവിടെ നിന്ന് മടക്കി വരുത്തും എന്നത്രേ ദൈവത്തിന്റെ ഉറപ്പ്, വാഗ്ദത്തം.
परमेश्वर ने एक वायदा बनाया था, तू दुनिया के कोने कोने तक तितर बितर होएगा तो भी परमेश्वर के समय में तुमको एकत्र किया करेंगे, ये वायदा है। നെഹമ്യാവ് ദൈവത്തിന്റെ ഈ വാഗ്ദത്തം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ രാജസന്നിധിയിലേക്ക് കടന്നു ചെന്നു. और प्रतिज्ञा को स्मरण करते हुए राजमहल में, राजस्थान में वो ही आया है। രാജാവിന് അവനോട് ദയയുണ്ടായി. नेहम्या की और राजा ने और दया किया है। അവൻ ആവശ്യമായിരിക്കുന്നതായ നാട്ടിലേക്ക് യെരുശലേമിലേക്ക് പോകുന്നതിനുള്ളതായ അവധി കൊടുത്തു. और यरूशलेम की ओर जाने के लिए छुट्टी दिया है। അത് പണിയുന്നതിന് ആവശ്യമായിരിക്കുന്നതായ വനവിഭവങ്ങൾ, തടിയും മറ്റു കാര്യങ്ങളൊക്കെയും അതാത് ദേശാധിപരിൽ നിന്നും നൽകുന്നതിനുള്ളതായ ഉത്തരവും കൊണ്ടത്രേ അവൻ പോയത്. अर्थशिष्टा महाराजा ने आज्ञा दी और यरूशलेम की ओर जाने के लिए क्या कुछ चाहिए सब कुछ देना, और वहां पर की मंत्री को खत चिट्ठी भी दिया है, और नेहम्या ने क्या कुछ पूछताछ करते हैं सब सबल कर दिया देने के लिए। അപ്പോ തകർച്ച അനുഭവിച്ചുകൊണ്ടിരുന്നതായ ആ പട്ടണത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയും ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ വാഗ്ദത്തം ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ രാജാവിന്റെ ഹൃദയത്തിൽ മനസ്സലിവുണ്ടായി. यहोवा मनुष्यों की ओर वायदा बनाया, वायदा को स्मरण करते हुए नेहम्या ने प्रार्थना किया। ये प्रार्थना सुनते हुए यहोवा परमेश्वर को ऊपर तरस खाया है। യെരുശലേമിന്റെ പുനർനിർമ്മീകരണത്തിന് വേണ്ടി ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചതായ ഒരു ദൈവദാസനത്രേ നെഹമ്യാവ്. और यहोवा परमेश्वर के नाम की महिमा के लिए नेहम्या को परमेश्वर ने इस्तेमाल किया है। 2 ദിനവൃത്താന്തം 20-ാം അധ്യായം നോക്കാം. दूसरा इतिहास और 20वां अध्याय में हम देखें, അവിടെ നാം യഹോശാഫാത്തിനെ കുറിച്ച് അത്രേ വായിക്കുന്നത്. और वहां पर एक यहोशाफात के बारे में वहां पर करता है। മോവാബ്യരും അമോന്യരും മറ്റും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇത്രയും വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് യഹോശാഫാത്ത് ഭയപ്പെട്ടു. ये बड़ा एक भाषा, बड़ा झुंड यहोशाफात के विरोध में लड़ाई के लिए आया है। यहोशाफात यहोवा की ओर चिल्लाने लगा है, ഈ ജനത്തെ, ഈ സൈന്യത്തെ നേരിടുവാനുള്ളതായ ശക്തി തനിക്കില്ല. ये इतने लोगों का विरोध में लड़ाई के लिए मुझे कोई शक्ति सामर्थ्य नहीं है। താൻ ദേശത്തെങ്ങും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. और देश में एक उपवास प्रख्यापित किया है। യഹൂദ ജനമെല്ലാം ഒന്നിച്ചുകൂടി. यहूदा सब ने इकट्ठा होगा അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. और यहोवा को ढूंढने के लिए आया है। യഹോശാഫാത്ത് ആലയത്തിൽ നിന്നുകൊണ്ട്, സഭാമധ്യേ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. यहोशाफात ने परमेश्वर की आराधनालय में खड़ा होकर ऐसा कहने लगा, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ये कोई किसी को आमना सामना कर नहीं सकता, इतनी शक्ति सामर्थ्य यहोवा तेरे पास है। ഈ ദേശത്തുള്ള ശത്രുക്കളെയൊക്കെയും നീക്കിയിട്ട് ഈ ദേശം നീ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി കൊടുത്തിട്ടുള്ളതാണല്ലോ. ये देश, ये पूरा यहोवा परमेश्वर ने अब्राहम की पीढ़ी को, संतानों को प्रतिज्ञा के साथ, वायदा के साथ दिए हुए भूमि है। വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിൽ നിന്ന്, നിന്റെ നാമം ഈ ആലയത്തുണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 8-ാം വാക്യം. ये यहोवा परमेश्वर की ओर ऐसी बात है, इसमें बस ये और इसमें तेरे नाम का एक पवित्र स्थान बनाकर कहा कि यदि तलवार या मारी अथवा अकाल व और कोई विपत्ति हम पर पड़े
तो भी हम इसी भवन के सामने तेरे और तेरे सामने है. ആലയം പണിത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഉദ്ഘാടന സന്ദർഭത്തില് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങി വരികയും ദൈവം ശലോമോന് കൊടുത്തതായ വാഗ്ദത്തമത്രേ, അത് വാളോ യുദ്ധമോ മഹാമാരിയോ വരുമ്പോൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മനസ്സലിവുണ്ടായിട്ട് ജനത്തെ രക്ഷിക്കുമെന്ന്. सलोमोन राजा की ओर से ये आराधनालय भवन बनाया है. तब यहोवा की ओर प्रार्थना की, यहोवा ने जवाब दिया. ये आराधनालय की ओर कोई किसी न किसी जगह पर बैठते हुए चिल्लाता है, पुकारता है, परमेश्वर स्वर्ग से उनको जवाब दिया देंगे. ये कह चुका था. ശത്രു സൈന്യം വന്നപ്പോൾ അവരെ നേരിടുവാൻ ശക്തിയില്ലാതിരുന്ന യെഹോശാഫാത്ത് രാജാവ് ആബാലവൃദ്ധൻ ജനവുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നത് എന്ന് അത് സംഗീത ദൈവത്തെ ആരാധിച്ച് പാടി മഹത്വപ്പെടുത്തുകയത്രേ ചെയ്തത്. और शत्रु घेर लेने के लिए आया है. तब इन्होंने यहोवा परमेश्वर की आराधना में आकर गीत के द्वारा, भजन के साथ द्वारा परमेश्वर को प्रसन्न लेने के लिए और उनका आवाज सुनने के लिए जागते ही बैठा था. അതെ, ആപത്ത് വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിലവിളിച്ച് കരയുമ്പോൾ അതിൽ നിന്ന് വിടുതൽ കൊടുക്കുമെന്നുള്ളതായ ആ വചനം യെഹോശാഫാത്ത് ദൈവത്തെ ഓർമ്മിപ്പിച്ചപ്പോൾ ആ ശത്രു അവിടെ നിന്ന് പിന്മാറിപ്പോയി. यहोवा की वाणी की आधार पर यहोशाफात ने कुछ घटना आते हैं, तब यहोवा की ओर पुकारेगा तो जवाब दिया देगा. कहा हुआ वचन के आधार पर परमेश्वर की आराधना के डेवड़ी में आकर चिल्लाने लगा है. യെഹോശാഫാത്ത് പറഞ്ഞ ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്നത്രേ. यहोशाफात ने यहोवा की ओर कहता है, ये इतना बड़ा भीड़ को देखते हुए उसका साथ लड़ने के लिए हमारे शक्ति नहीं है. എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല, क्या करने का हमको पता नहीं होता है. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. फिर भी हमारा आंख परमेश्वर की ओर फिरते हैं. യഹോവയായ ദൈവം അരുളി ചെയ്തത്, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ. और यहोशाफात ने परमेश्वर की ओर चिल्लाने लगा. तब यहोवा ने जवाब दिया है, इतना बड़ा भीड़ को देखते हुए तुम भयभीत ना हो, हिम्मत पाते हुए आगे बढ़ना जवाब परमेश्वर की ओर से है. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ये लड़ाई में तुमको लड़ने का कोई आवश्यकता नहीं है. ദൈവമക്കൾക്കെതിരെയുള്ളതായ യുദ്ധം എന്ന് പറയും, ശത്രുവിന് നേരെയുള്ള യുദ്ധം എന്ന് പറയുന്നത് അത് യഹോവയ്ക്കുള്ളതത്രേ. ये परमेश्वर के पवित्र लोगों को विरोध में जो लड़ाई आते हैं वो लड़ाई ईश्वर का ही है. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യേ എന്ത് ചെയ്യണമെന്നറിയാതെ അത് പരിഭ്രമിച്ച് നിൽക്കുന്നതായ ദൈവ ജനമേ, ഇന്ന് संसारिक बात काम कार्य देखते हुए भयभीत होकर आजकल दिनों में जीते हुए परमेश्वर के पवित्र भयभीत ना हो. परमेश्वर की हाथ हमारा साथ में साथ है. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. हमारा यहोवा परमेश्वर पर विश्वास रख. അതെ, നമുക്ക് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് അത് യുദ്ധം ചെയ്യുന്നതായ ഒരു അനുഭവം നമുക്ക് ഭാവനയിൽ കാണാം. हमारे लिए स्वर्गदूतों को भेजते हुए लड़ाई युद्ध करते हुए विजय देने वाला यीशु मसीह को परमेश्वर को हमारा आगे देखे. യഹോശാഫാത്ത് ഇവിടെ എന്താ ചെയ്തത്? ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ഓർമ്മിപ്പിച്ചു. यहोशाफात यहाँ पर क्या किया है? यहोवा परमेश्वर की प्रतिज्ञा की वचन उनको याद दिलाया है. പ്രിയ ദൈവ വിശ്വാസികളെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ അത് ഏറ്റുപറയുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുക. हमारे कर्तव्य है परमेश्वर की मधुर वाणी प्रतिज्ञा परमेश्वर को याद दिलाने के लिए तैयारी होना हमारा कर्तव्य वो ही है. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? നിങ്ങൾ വായ്പ വാങ്ങുന്നവരല്ല, വായ്പ കൊടുക്കുന്നവരായി തീരും എന്നത്രേ. और कर्जदार ना हो, उधार लेते हैं नहीं, उधार देने वाला है.
ശാരീരികമായ അസ്വസ്ഥതകളും രോഗങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? और शारीरिक तौर पर दुख हो, वेदना हो, कष्ट सहजते है नहीं है। വചനം പറയുന്നത് എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നത്രേ. और मसीह की वचन हमको समझाते हैं, मसीह में खाब भरा है, घोड़ा खाया है, वहां से बहा हुआ लोगों के कारण हमारा चंगाई हो चुकी है। ഈ ദൈവവചനം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ശരീരത്തിലെ ഒരു അത്ഭുത സൗഖ്യം സംഭവിക്കും. ये वचन हमारा मुंह से बाहर निकलते हैं और प्रभु की वाणी हमारे छाप डाला है, प्रार्थना में लवली है, ये अद्भुत कार्य हमारे शरीर में प्राप्त कर सकते हैं। 102 വയസ്സുള്ളതായ ഒരു മാതാവ് അവരുടെ സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞു. 102 वर्ष की उम्र वाले एक वृद्ध ने अपने गवाही ऐसी प्रकार कहने लगा है। നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ ഒരു മുടക്കവും കൂടാതെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും 2 അധ്യായം വീതം ധ്യാനിക്കും എന്ന്. ये ऐसे उम्र वाली ने कहा है, हर दिन सुबह और शाम परमेश्वर की धर्मशास्त्र से 2 अध्याय उन्होंने निरंतर पढ़ते ही रहते हैं। നിങ്ങൾക്കറിയാമോ, ഈ ദൈവവചനത്തിന് അത്ഭുതകരമായ സൗഖ്യ ശക്തിയുണ്ട്, ശക്തിപ്പെടുത്തുന്ന ഒന്നത്രേ. ये परमेश्वर के वचन में ऐसी सामर्थ्य है, ये पढ़ने वालों को जो सामर्थ्य मसीह में से हमारा शरीर में पाने देते हैं। കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ വാനല്ല തലയാക്കുമെന്നത്രേ. ये वचन हमको सिखाते हैं, तुम्हारा पूछ नहीं, तुम्हारा शीर्ष बन जाएंगे। പ്രവാചകൻ മരിച്ചുപോയി, പ്രവാചകന്റെ ഭാര്യ വിധവ അതെ ഇപ്പോൾ ദൈവത്തോട് പറയുക എത്ര ചെയ്യുന്നത്, കടക്കാർ വന്നിട്ട് 2 കുഞ്ഞുങ്ങളെയും പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന്. ये नबूवत करने वाला नबी भविष्य और एलिशा की ओर आकर कहने लगे, आओ तेरे दास भक्त है, अभी मेरा बच्चों को कक्षदार ने कब्जा में लाने के लिए आया है, तू मेरे लिए क्या करूं। ദൈവത്തിന്റെ ദാസനിലൂടെ അവർക്ക് സമയോചിതമായ ഒരു അത്ഭുതം നടക്കുകയും അവർ കടക്കണിയിൽ നിന്നും പുറത്തു വരികയും ചെയ്തു. और वहां पर ये विधवा ने चिल्लाने लगा, इसी आधार पर भविष्यवक्ता ने आश्चर्य कार्य की, इसी कारण में और गुलामी अनुभव से उनको छुटकारा पाया है। യേശുവുമായിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായെങ്കിൽ ഇത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക അത്ര ചെയ്യുന്നത്. मसीह के साथ मेल मिलाप है, मसीह के साथ वार्तालाप है, मसीह हमारा संग है, मसीह अभी भी हमारे लिए काम किया करेगा। ദൈവം ഇവിടെ പറയുന്നത് നമുക്ക് തമ്മിൽ വാദിക്കാം, നിങ്ങളുടെ തെളിവുകളൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ. और यहाँ पर वचन दिया है, आपस में वाद विवाद करेंगे, तुम्हारे हक क्या है वो प्रभु के साथ बात करे। ഇവിടെ ദൈവത്തിന്റെ ഒരു നീതിപീഠത്തെ, ദൈവത്തിന്റെ ഒരു കോടതി അത്രേ നമ്മളിവിടെ കാണുന്നത്. और परमेश्वर की एक कोടതി है, न्याय ने न्याय करने के लिए बैठने वाला जगह है परमेश्वर की सन्मुख। നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് അത് ഒരു നിയമത്തിന്റെ ഒരു എന്താണ് ഒരു സമാഹാരം അത്രേ. और परमेश्वर के वचन में यही है, हम ये परमेश्वर के सामने आता है, हमारे शत्रुओं को हराने देते हैं। ഒരു കക്ഷി അയാളുടെ കേസിന്റെ വിശദമായ വിവരങ്ങൾ, തെളിവുകൾ വക്കീലിനെ ഏൽപ്പിക്കും. और एक प्रश्न हुई है, हमारा प्रश्न को एक वकील के हाथ में समर्पण कर दे सकते हैं। വക്കീൽ നിയമപുസ്തകങ്ങളും ഭരണഘടനയും ഒക്കെ നല്ലവണ്ണം പഠിച്ചിട്ട് അതിന് ഈ തന്റെ കക്ഷിക്ക് പ്രയോജനം തരുന്നതായ അതൊക്കെയും നിയമങ്ങളൊക്കെയും എടുത്ത് ജഡ്ജിയുടെ മുമ്പാകെ വിശദീകരിക്കും. ये वकील में कोर्ट में पहुंचते हैं, नियम में क्या लिखा है, जो नियम ढूंढते हुए हमारा कक्षी, हमारा व्यक्ति के बारे में विजय पाने के लिए और जड्जी के सामने बातचीत करते हैं.
നമുക്ക് ന്യായം കിട്ടാതെ പോയി എന്ന് നാം വിചാരിക്കുന്നുവെങ്കിൽ, അതെ, ഈ ദൈവത്തിന്റെ ഈ ഈ വചനമാകുന്നതായ നിയമസംഹിത പരിശോധിച്ച് പഠിച്ച് അതിൽ നിന്നും നമുക്ക് വേണ്ടതായ അത് എവിഡൻസ് എടുത്ത് അത് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരാം. प्रभु ने ये चाहते हैं हमारे जिंदगी में हमारा प्रार्थना, हमारा पुकारने की जवाब नहीं मिलेगा तो बाइबल के अंदर क्या लिखा है, ये वचन प्रभु की ओर रखते हुए माफी मांगकर और हमारे आग्रह उनका साथ रख के प्रभु जवाब दिया देंगे. ലോകത്തിലെ കോടതികൾ പകൽ സമയം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. संसार की कोड़दी और दिन वाली है. ദൈവത്തിന്റെ കോടതി 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. और परमेश्वर की कोड़दी यूं है 24 घंटा जागते ही है. ഏത് അർദ്ധരാത്രിയിലും ഏത് സമയത്തും നമ്മുടെ പ്രാർത്ഥന അപേക്ഷകളുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടുകൂടി കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയും. अर्धरात्रि हो, दिन वाली हो और भोर के समय हो, संध्या समय हो, हमारा याचना, हमारा आवश्यकता जो प्रभु की ओर रखे हमको जवाब देने के लिए वो तैयारी के साथ है. യേശു നമ്മോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. यीशु मसीह ने हमारे ये कहा है प्रार्थना करो. യേശു രാത്രി മുഴുവനും മലമുകളിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. वो रात्रि में पहाड़ के ऊपर चढ़कर प्रार्थना करते ही रहता था. ഈ ഭൂമിയെ വാഴുവാനുള്ള അധികാരം പിതാവായ ദൈവം മനുഷ്യനെത്രേ നൽകിയത്. ये भूमि को प्रभुता करने के लिए अधिकार यहोवा परमेश्वर ने हमें दिया है. ദൈവത്തിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു, യേശു പ്രാർത്ഥിച്ചു, നമ്മോടും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ये ईश्वर परमेश्वर का भविष्यवक्ताओं ने प्रार्थना किया, मसीह ने प्रार्थना किया, प्रभु ने यह कहते हैं हम वो भी प्रार्थना करो. ഭൂമിയിൽ വാഴുവാനുള്ള അധികാരം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നാം ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടത്രേ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത്. और मसीह यह कहा है हमारे तरफ हमारा चिल्लाने के कारण जवाब दिया देने के लिए प्रभु तैयारी है. मिलने के लिए हम प्रार्थना करने के लिए परमेश्वर ने कहा. വചനത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതായ ഒരു വാഗ്ദത്തം കണ്ടുപിടിക്കുക, അത് അവകാശപ്പെടുക. और बाइबल की हमारा प्रश्न प्रतिकूल समय में ये पद हम ढूंढ निकाले जो वचन प्रभु की ओर रखे प्रार्थना में लवलिंद है. ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ നാം അത് അകൃത്യം നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത് ഡിസ്ക്വാളിഫൈ ചെയ്തു പോകും. और हम प्रार्थना के लिए आते हैं, अपराध पाप हमारे में होवे तो प्रार्थना को जवाब नहीं मिलेगा, वो इनकार करें. അക്രമത്തിലും അനീതിയിലും ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അത് ഒന്നും അവകാശമായി പ്രാപിക്കുവാൻ കഴിയത്തില്ല. മറിച്ച് ദൈവത്തിൻ്റെതായ ന്യായവിധിയത്രേ അത്തരം വ്യക്തികൾക്കുണ്ടാകാൻ പോകുന്നത്. और अपराध किया है, पाप से भरे हैं, जो व्यक्ति को परमेश्वर की ओर से कुछ प्राप्त नहीं करते हैं, कर सकते हैं और निराशा के साथ लौट जाते हैं. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദാനിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് ഓർമ്മിപ്പിക്കാം. और दानिയേൽ के इतिहास में क्या संभव होगी, ये बात परमेश्वर को स्मरण कर दे सकता है. പിതാവേ, ദാനിയേല് ആർക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയാത്തതായ ഒരു പ്രതിസന്ധിയിലായ സിംഹക്കുഴിയിലായപ്പോൾ ദൈവം അവിടെ ഇടപെടുകയും അവനെ പുറത്ത് കൊണ്ടുവരികയും ചെയ്തുവെങ്കിൽ അത്രയും മറ്റാർക്കും സഹായിക്കുവാൻ കഴിയാത്തതായ നിസ്സഹായമായ ഈ പ്രതിസന്ധിയിൽ കർത്താവേ, നീ ദാനിയേലിനെ വിടുവിച്ചതുപോലെ എന്നെയും വിടുവിക്കുമാറാകണമെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വാദിക്കാം. मनुष्य के कुछ नहीं हो सकता है ऐसा. इतने प्रतिकूल परिस्थिति में दानिയേൽ गिर पड़ा है. कोई राजा को हो, कोई मनुष्य को हो, व्यक्ति को उनको छुटकारा देने के लिए हो नहीं सकता है. उससे उसी समय में दानिയേल को रक्षा करने के लिए वो अपने स्वर्गदूतों को भेजा है. ऐसा होवे तो मेरा ये इसी हाल में हमारा सहायक അതിശീഘ്ര हम प्रार्थना करने के लिए योग्य है. നിങ്ങളുടെ കുഞ്ഞിന്റെ സൗഖ്യത്തിനായി വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് വാദിക്കാം. ആ കനാന്യ സ്ത്രീയുടേതായ മകൾക്ക് സൗഖ്യം കൊടുത്തുവെങ്കിൽ, വിടുതൽ കൊടുത്തുവെങ്കിൽ കർത്താവെ എന്നെയും പരിഗണിക്കുമാറാകണമെന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വാദിക്കാം.
हमारा बाल बच्चों को बीमार की हाल में है, जरूर परमेश्वर की ओर प्रार्थना करें। ये स्त्री की बेटी को चंगाई दिया हुआ ये मसीह मेरा बच्चों को भी तूने चंगाई दे, ये प्रार्थना करने के लिए हक हमारे में। യേശു നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് യാചിച്ചാലും നൽകാമെന്ന്. ये मसीह ने हमारे लिए एक प्रतिज्ञा दिया है, जो कुछ भी हो, जो कोई बात है, कोई प्रश्न हो, वो प्रश्न के समय मेरी ओर चिल्लाए, मैं तुम्हें जवाब दिया देंगे। ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാവണം. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്നുള്ളത് തിരുവചനത്തിൽ ഉടനീളം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और परमेश्वर की इच्छा के अनुसार प्रार्थना करें, परमेश्वर ही मसीह में से हमको जवाब दिया देंगे, ये वचन वहां पर पाया जाता है। ദൈവവചനം ഏറ്റു പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നിശ്ചയമായിട്ടും വിടുതൽ കൊണ്ടുവരും. और हमारा लंघन, हमारा और प्रार्थना परमेश्वर मसीह की ओर जाते हैं, हमारा पाप में ढाते हुए प्रभु ने हमको जवाब दिया देंगे। സങ്കീർത്തനങ്ങൾ 50 भजन संगीत 50 में അതിന്റെ സങ്കീർത്തനങ്ങൾ 50 10 വാക്യം. और भजन संगीत 50 में भजन संगीत उसमें 10वां पद അവിടെ എഴുതിയിരിക്കുന്നത്, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു എന്ന്. क्योंकि वन के सारे जीव जंतु और हजारों पहाड़ों के जानवर मेरा ही है। അമേരിക്കയിലെ ഒരു ബൈബിൾ കോളേജില് അവർക്ക് $10,000 അത്യാവശ്യമായിരുന്നു. अमेरिका में एक बाइबल कॉलेज में $10,000 की आवश्यकता हुई है। അവർ ഉപവാസത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. उपवास और प्रार्थना के साथ यहोवा की ओर मांगने लगा है। പ്രാർത്ഥന ലീഡിയതായ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും അങ്ങേക്കുള്ളവയാകുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അതിൽ കുറെ വിറ്റെങ്കിലും ഞങ്ങൾക്ക് $10,000 തരുമാറാകണമേ എന്ന്. और इन्होंने प्रार्थना किया, परमेश्वरी वचन में ऐसा लिखा है, क्योंकि वन के सारे जीव जंतु और हजारों पहाड़ों के जानवर मेरा ही हिस्सा कहा है। वो उसको थोड़ा से बिक्री करेगा तो हमारा जरूरत $10,000 की जरूरत हमको वो अभी आता है। ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി അവിടെ വന്നു. उपवास प्रार्थना समाप्त होने की अंत में एक व्यक्ति वहां पर आया है। ആ വ്യക്തി അവർക്ക് $10,000 സംഭാവനയായിട്ട് കൊടുത്തു. वो व्यक्ति वो पास्टर को बाइबल स्कूल को $10,000 मुफ्त पर दी है। എത്ര രൂപയാണോ ആവശ്യപ്പെട്ടത് അതേ തുക, जितने डॉलर आवश्यकता रखा है इतना दिया है। ആ ദേവദാസൻ അവർക്ക് ഡൊണേഷൻ കൊടുത്ത വ്യക്തിയോട് ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഈ പണം സമാഹരിച്ചത് എന്ന്. यार ये व्यक्ति की और पासवान ने पूछने लगा है, इतना धन तेरे हाथ में कैसा आ गया? അദ്ദേഹം പറഞ്ഞു, എന്റെ ഫാമിൽ അനേകം ആടുകൾ ഉണ്ടായിരുന്നു, അതിൽ കുറെ വിറ്റിട്ട് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടായി എന്ന്. मेरा साथ बहुत सारे भेड़ बकरियों हैं, मेरा मन में ऐसा लगा है भेड़ बकरियों से कुछ बिक्री करे, उसमें से मिलता हुआ पैसा और बटोरते हुए तुम्हें देने के लिए प्रभु की आत्मा मुझे कहा है। ദൈവദാസൻ ദൈവത്തിന്റെ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് ഓണർ ചെയ്തു. और परमेश्वर के दास ने ये वचन स्मरण करते हुए प्रार्थना की, देखो वो परमेश्वर ने तुरंत वो व्यक्ति को भेड़ बकरियों को चराने वालों को ऑर्डर दिया है। ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെതായ ആ വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാമോ? और आज हम देखे ये वचन, हम अपने आप को प्रभु की ओर रखे। ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ ആ വാഗ്ദത്ത വചനങ്ങൾ ഏറ്റു പറഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം അപേക്ഷിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും വിടുതൽ കാണുവാൻ കഴിയും. और ये वचन बाइबल के अंदर पाया जाता है। ये वचन जरूर हमारा मुंह से बाहर आकर प्रभु की ओर चिल्लाएगा तो
हमारे सारे प्रश्नों से प्रभु हमको जवाब दिया देगा। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से प्रभु परमेश्वर हमको आदर अनुग्रह दिया देंगे। धन्यवाद।